السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين. സൂറത്ത് യാസീൻ 69-ാമത്തെ വചനം. അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഉപദേശങ്ങളാണ് ഇതുകളൊക്കെ തന്നെ. അതൊരു ഗൗരവത്തോടു കൂടി തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു കവിത പഠിപ്പിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യം അദ്ദേഹത്തിന് ഇല്ല. അത് ഉപദേശമാണ്, ദിക്റാണ്, ഉത്ബോധനമാണ്. ഒരു പാരായണ ഗ്രന്ഥം വാങ്ങുന്നു, അത് എന്തിനാണ്? അത് ജീവിച്ചിരിക്കുന്ന ഉപദേശമാണ്. അടുത്ത വചനത്തിൽ അപ്പോൾ മരിച്ചുവെടുത്ത് ഓതാനുള്ളതൊന്നല്ല. സാധാരണ ഖുർആൻ മരിച്ചുവെടുത്ത് ഓതാറുണ്ടല്ലോ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഉപദേശമാണ്. ആ ഉപദേശങ്ങളാണ്. ഇന്ന് കവിത രൂപത്തിൽ എന്ത് രചിച്ചിട്ടില്ല. കവിത രൂപത്തിൽ അദ്ദേഹത്തിന് യോജിക്കുകയില്ല. കവിതകൾ പിൻപറ്റുന്നവർ, കവികളൊക്കെ പിൻപറ്റുന്നവർ വഴിവീശവരാണ്, നിർമാർഗികളാണ് എന്ന് സൂറത്ത് ഷുഅറ ഒരു അധ്യായം തന്നെ, ഷുഅറ എന്ന് പറഞ്ഞ അധ്യായം തന്നെ എന്ത് ചെയ്യുന്നു അല്ലാഹു തആല എന്തുണ്ട് നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വിശദവിവരങ്ങൾ അവിടെ ഉണ്ട്. ഏതായാലും ശരി, കാര്യം ഓർക്കുക. ഇപ്പം നമ്മളെ മാല മൗലിദുകളൊക്കെ തന്നെ കവിതകളിലാണ്. കവിതകൾ പിൻപറ്റുന്നത് വഴിവീശവരാണെന്ന് അല്ലാഹു തആല അദ്ദേഹത്തിന് യോജിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോജിക്കുന്നതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോജിക്കുന്നത് നമുക്ക് യോജിച്ചതല്ല. അതൊന്നും അല്ലാഹു റസൂൽ പഠിപ്പിച്ചതല്ലല്ലോ ഈ മാല മൗലിദുകളൊന്നും. കവിത രൂപത്തിലൂടെ അത് എനിക്ക് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോജിച്ചതല്ല, അത് നമുക്ക് യോജിച്ചതല്ല. അപ്പം അത്തരം കാര്യങ്ങളിൽ വഴിവീശവരെ പിൻപറ്റാൻ അത് ചിന്തിച്ചു നോക്കുക. അതിന് ഗൗരവം അത്ര. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് വരാം. വമാ അല്ലംനാഹു ശിഅറ, വമാ അല്ലംനാഹു, നാം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ല. ശിഅറ, കവിതകളെ ഇല്ല, കവിതകളൊന്നും പഠിപ്പിച്ചിട്ടില്ല. വമാ യൻബഗി ലഹു, അത് അദ്ദേഹത്തിന് യോജിക്കുന്നുമല്ല. അതുകൊണ്ടാണ് പഠിപ്പിക്കാതിന് വല്യം പരിശുദ്ധ ഖുർആൻ കവിത രൂപത്തിലാക്കാമായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യോജിക്കുന്നതല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റും, അത് ഉത്ബോധനമല്ലാതെല്ല, അത് ഉത്ബോധനമാകുന്നു. ആർക്ക്? ലോകർക്കുള്ള ഉത്ബോധനമാകുന്നു പരിശുദ്ധ ഖുർആൻ. ഖുർആൻ മുബീൻ, സ്പഷ്ടമായ പ്രത്യക്ഷമായ ഒരു പാരായണ ഗ്രന്ഥവുമാകുന്നു. ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് ഉപദേശം നൽകുവാൻ വേണ്ടി. വയഹഖൽ ഖൗലു അൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ മേലെ ഖൗല്, അള്ളാഹുവിൻ്റെ വാക്യം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് എന്തായിരിക്കും? ശിർക്ക് ചെയ്യുന്നവർ, കാഫിരീങ്ങൾ, മുശ്രിക്കുകളൊക്കെ തന്നെ കാലാന്തരമായി നരകത്തിലായിരിക്കും. കാര്യം ആ യാഥാർത്ഥ്യമാക്കുവാനും വേണ്ടിയാകുന്നു പരിശുദ്ധ ഖുർആൻ. അത് ആവർത്തിച്ച് പറയാണ്. അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം തൗഹീദ്. ആരാധനകളും അതേപോലെ തന്നെ എല്ലാ ആരാധനകളും അള്ളാഹുവിനെ അർപ്പിക്കുക എന്നുള്ളതാണ്. അത് ആരാധനപ്പെട്ട നേർച്ചകൾ, അതേപോലെ തന്നെ പ്രാർത്ഥനകൾ, അതേപോലെ തന്നെ പ്രാപമോൻ തേട്ടങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അള്ളാഹു വഴിയുള്ളവർക്ക്, മഹാന്മാർക്ക് അർപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? അവർ ശുപാർശക്കാരാകുവാൻ വേണ്ടി. അതെന്താവുന്നു? അത് കടുത്ത ശിർക്കാവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് കൊണ്ട് എന്താവുന്നു? ബിദഅത്തുമാവുന്നു. ബിദഅത്തുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിദഅത്തോടു കൂടി ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ബിദഅത്ത് ചെയ്തിട്ടില്ല, അമലുകളൊന്നും അല്ലാഹു തആല സ്വീകരിക്കില്ല. ശർറുൽ ഉമൂർ, അത് കാരണം ഷർറായ കാര്യം ബിദഅത്ത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ബിദഅത്ത്. അത് നേരെ പിന്നെ സുന്നത്താണ്, നബിചര്യകൾ. അതാണ് നാം സ്വീകരിക്കേണ്ടത്. ബിദഅത്തിന് വിപരീതം സുന്നത്ത്, ബിദഅത്തിന് നേരെ വിപരീതം സുന്നത്ത്. അതാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. അപ്പോൾ എന്താണ്? ഇത്തരം ബിദഅത്തുകളിലൂടെയാണ് ശിർക്ക് എത്തിപ്പെടുന്നത്. ശിർക്ക് മഹാപാപമാണ്. അതോടുകൂടി ഒരാൾ മരണപ്പെടുകയാണ്. ഒരിക്കലും അല്ലാഹു തആല എന്ത് ചെയ്യില്ല? അവൻ്റെ അമലുകളൊന്നും ഇന്ന് നിലനിർത്തുകയില്ല, ഒക്കെ ബാക്കി നശിച്ചു പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു? അല്ലാഹു തആല ഖുർആനിലൂടെ
നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ആ വിശ്വാസങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നിർത്തിക്കൊണ്ട് ശിർക്കിൽ നിന്ന് വിട്ടാകുന്നുകൊണ്ട് തൗഹീദ്, അത് ആരാധന മുഴുവനും നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും സഹായം അഭ്യർത്ഥനകളും ഒക്കെ തന്നെ അല്ലാഹുവിന് അർപ്പിക്കുക. അതാണ് തൗഹീദ്. ആ ആരാധനപ്പെട്ട എന്തെങ്കിലും ഒന്ന് സൃഷ്ടികൾ അർപ്പിക്കുക, അതാണ് ശിർക്ക്. അപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് ഖുർആൻ ആവർത്തിച്ച് നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് നബി അള്ളാഹുവിൻ്റെ ഉപദേശം സ്വീകരിച്ച് ആ ഉപദേശം അനുസരിച്ച് എങ്ങനെയാണോ സാഹിബിയന്മാർ നബി സ്വല്ലല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത് ആ നബിയും സാഹിബ് ഉപയോഗിച്ച മാർഗം അത് പിൻപറ്റുക. അതാണ് എന്ത് യഥാർത്ഥ മാർഗം. അത് വിട്ടുകൊണ്ട് നബി സാഹിബ് പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ, കവിതകളിലൂടെ മൗലൂദുകളിലൂടെ പഠിപ്പിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് പിൻപറ്റാൻ ദുർമാർഗികളെ പിൻപറ്റുള്ളൂ. ദുർമാർഗമാണ് പിൻപറ്റരുത്. നബി സ്വല്ലല്ലാഹു യോജിക്കുകയില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യോജിക്കാത്ത അത്തരം കാര്യങ്ങൾ മൗലൂദുകളൊക്കെ തന്നെ നമുക്ക് യോജിക്കുകയില്ല. അപ്പം അത്തരം ബിദ്അത്തിൽ നിന്നും വിട്ടുന്നുകൊണ്ട് തൗഹീദ് എന്താണ്, ശിർക്ക് എന്ന് മനസ്സിലാക്കി തൗഹീദിൽ ഉറച്ചുനിന്നുകൊണ്ട് ശിർക്കിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുത്ത് മാതൃകയായി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹമാറാട്ടെ. ആമീൻ യാ റബ്ബൽ ആമീൻ. ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയ്യത്തായി പറഞ്ഞ പോലുള്ള ഒരു കാര്യമാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. അത്തഹിയാത്ത് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത്തഹിയാത്തിന് ശേഷമെങ്കിലും എന്ത് ചെയ്യണം, ഈ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ബലവത്തായി നമ്മൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ. അതിൽപ്പെട്ട ഒരു നിർദ്ദേശമാണിത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അത് വിട്ടുകളയരുത് എന്നുള്ള നിലക്കുള്ള ഒരു ഉപദേശം ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഒന്നുകിൽ അത്തഹിയാത്ത് നമ്മൾ ഓതിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് അവസാനത്തിൽ ധാരാളം പ്രാർത്ഥനകളിൽ സാധാരണ നമ്മളൊക്കെ അത്തഹിയാത്ത് കുറച്ച് ഒരു അധികം ഒന്നും ഓതാറില്ല. അദ്ദേഹത്തെ കൂടിയ കാരണത്താൽ നിസ്കാരം ദീർഘിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമാമിനെ എന്ത് ചെയ്ത് ആക്ഷേപത്തിന് മുമ്പ് ഉണ്ടായിട്ട് കാര്യം ഓർക്കുക. ധാരാളം പ്രാർത്ഥനകൾ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാത്ത സാധാരണ പ്രാർത്ഥനകൾ വേറെ ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ഇനി അഥവാ ആർക്കെങ്കിലും സാധിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, നമസ്കാര ശേഷമെങ്കിലും ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക. അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ അലാ ദിക്രിക, നിന്റെ ദിക്റിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ വാങ്ങിച്ചില്ല. അല്ല ദിക്റുല്ലാഹു അക്ബർ, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാവുന്നു. അത് എല്ലാ കാര്യമാവുന്നു. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് രണ്ടൊക്കെ സുന്നമസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫറാഖൽബുല്ലാഹി താല ഉമ്മ പറ്റ ഇങ്ങനെ പോലെ ഹജ്ജ് ഉംറ ചെയ്ത പോലെ ഉള്ള കൂലി നമുക്ക് കിട്ടുന്ന കാര്യം മറ്റേ ഹദീസ് കൊണ്ട് മനസ്സിലാക്കുക. അപ്പം അള്ളാഹിനെ ഓർക്കുക, മറ്റേ ചിന്തകൾ ഒഴിവാക്കുക. അള്ളാഹിനെ ഓർക്കുക. അള്ളാഹിനെ ഓർക്കാൻ വേണ്ടിയാണ് നമസ്കാരം. അപ്പം നമസ്കാരത്തിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ധാരാളം അള്ളാഹിനെ ഓർക്കുക. എല്ലാ സമയവും അള്ളാഹിനെ ഓർക്കുക എന്നുള്ളത് സ്വർണ്ണം വെള്ളിയും ഒക്കെ ദാനം ചെയ്യുന്നതിനേക്കാളും അള്ളാഹിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലുക എന്നുള്ളത് എന്താണ്, സ്വർണ്ണം വെള്ളിയും ഒക്കെ ദാനം ചെയ്യുന്ന കൂലിയുള്ള കാര്യമാണെന്നും മറ്റുള്ള ഹദീസിലും വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അല്ലാഹുവേ നീ എന്നെ നീ സഹായിക്കണമേ അലാ ദിക്രിക, നിന്നെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലുന്ന കാര്യത്തിൽ ശുക്രിക, നിന്നെ നന്ദി കാണിക്കുന്ന കാര്യത്തിൽ നന്ദി ചെയ്യുക. എപ്പോഴും അല്ലാഹുവിനെ ഓർത്തുന്ന നന്ദി ചെയ്യുക. ഹുസ്നു ഇബാദതിക, നല്ല ഇബാദത്ത്, ഇഹ്സാനായ ഇബാദത്ത് ചെയ്യുക. ഇഹ്സാനെ സംബന്ധിച്ച് ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈമാൻ കാര്യം പഠിപ്പിച്ചു കൊടുക്കുക, സാഹിബിമാർക്ക് ഈമാൻ കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യരൂപത്തിൽ വരികയുണ്ടായി. എന്നിട്ട് ചോദിച്ചു, എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം എന്നൊക്കെ ചോദിച്ചു. സ്വലാസം മറുപടി പറഞ്ഞു. സാധാരണ ഒരാൾക്കാൾ ചോദിക്കുന്ന മാതിരിയാണ് വന്നത്, വെള്ളവസ്ത്രം ധരിച്ച ഒരാൾ. അങ്ങനെ അവസാനം ഇഹ്സാൻ എന്താണെന്ന് ചോദിച്ചു. എന്നിട്ട് ഇഹ്സാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒക്കെ വിശദീകരിച്ചു കൊടുത്തു. ഇതിനു വേണ്ടിയിട്ട് ജനങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറയേണ്ടതെന്നുള്ളതിന്. ജിബ്രീൽ അലൈഹിസ്സലാം മലക്ക വന്ന് ഇരിക്കേണ്ടത് നേരെ മുമ്പിൽ. കാര്യം ഓർക്കുക, ജിബ്രീൽ ഹദീസ് എന്നാ പറയാം. അതിലെന്താവുന്നു, അതിൽ ഇഹ്സാനെ സംബന്ധി പറഞ്ഞിട്ടുണ്ട്. എന്ത് അൽ ഇഹ്സാൻ അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു, അല്ലാഹുവിനെ കാണുന്ന പോലെ നീ ആരാധിക്കുക. മനസ്സിലിങ്ങനെ കാണുക, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും, മനസ്സോട് കണ്ണുകൊണ്ട് കാണാം, ഉൾക്കണ്ണുകൊണ്ട് കാണാം. അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിൽ, ബാഹ്യമായ കണ്ണുകൾ കണ്ടില്ലെങ്കിൽ ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നുണ്ട്. ആ ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, അമലുകളും കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഹുസ്നുൽ ഇബാദതിക, ഇബാദത്തുകൾ എന്ത് ചെയ്യുക, നല്ല നിനക്ക് ഇബാദത്ത് ചെയ്യാൻ, നന്നാക്കി ചെയ്യുവാനുള്ള ഇങ്ങനെ സഹായിക്കണമേ എന്നുള്ളതാണ്. അങ്ങനെ ഇബാദത്തുകളൊക്കെ നന്നാക്കി ചെയ്യുന്ന, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന, അള്ളാഹു ദിക്ർ ചൊല്ലുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅലക നബിയുക മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. أعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. هذا المستعان عليك البلاغ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله ഞങ്ങൾ ധാരാളം
ധാരാളം ആളുകൾ രോഗികളായിക്കൊണ്ട് ഹോസ്പിറ്റലുണ്ട്, അതേപോലെ തന്നെ വീടുകളിലുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ തന്നെ ഉണ്ട്. പല പ്രയാസങ്ങളും ഞെരുക്കളും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കളും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ തന്നെ ഞങ്ങൾ നീ പഠിച്ച തമ്പുരാനെ നീക്കി തരണേ, റൂബിയാക്കി തരണേ തമ്പുരാനെ, ഞങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കി തരണമേ. പരിശുദ്ധ ഖുർആൻ തിരുനബി ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് മാർഗമായി ജീവിച്ച് മറ്റുള്ള പഠിപ്പിച്ചവർക്ക് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂടുതൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്നും ഞങ്ങൾ സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട് സുബൈർ, അദ്ദേഹത്തിന് ഞങ്ങൾക്കും ഒക്കെ മഗ്ഫിറത്തും റഹ്മത്തും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നമ്മളൊക്കെ തന്നെ മരിച്ചു പോകുന്നൊരു ബോധം ചിന്ത നമുക്ക് ഉണ്ടാവണം. അങ്ങനെ അല്ലാഹുമ്മ സുബൈർ റജദുൽ മഹ്ദിയൻ എന്നുള്ള പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആരോണം മരിച്ചു പോയിട്ടില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി പേരില്ലെങ്കിൽ അല്ലാഹു ഫുലാൻ റജദുൽ മഹ്ദിയൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ റഹ്മു അല്ലാഹുമ്മ റഹ്മു. ഒന്നും വരില്ല എങ്കിൽ അല്ലാഹുമ്മ റഹ്മു അല്ലാഹുമ്മ റഹ്മു അല്ലാഹുമ്മ ഗഫർ ലനാ വലക്കും. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രാർത്ഥിക്കുക. ചില സന്ദർഭങ്ങളൊക്കെ തന്നെ നമുക്ക് മരിച്ചു പോകണം നമ്മൾ ചിന്താഗതി ഉണ്ടാവുക. അങ്ങനെ നമ്മളെയും അവരെയൊക്കെ തന്നെ അല്ലാഹു തആല എന്ത് ചെയ്യട്ടെ, സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.